പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. വിവാദത്തിൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പന്തളം കൊട്ടാരം പറയുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. പ്രോട്ടോകോൾ ലംഘിച്ചാണ് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വസ്തുക്കൾ കൈമാറിയത്. ദേവസ്വം അറിയാതെ സന്നിധാനത്ത് നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ചെന്നൈയിലെ കമ്പനിയിൽ ഇലക്ട്രിക് പ്ലേറ്റിംഗ് നടത്തിയതിലും സംശയമുണ്ടെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ പറഞ്ഞു. സത്യസന്ധമായ രീതിയിൽ ഇതിന്റെ അന്വേഷണം കൊണ്ടുവരണം. ഇതിന് കുറ്റക്കാരായ ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടി ഉണ്ടാവുകയും വേണം. ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനും അത് കൊണ്ടുപോകുന്നതിനും വ്യക്തമായ നിഷ്ഠകളും പ്രോട്ടോക്കോളുകളുണ്ട്. അതൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് 2019 നടന്ന സാധനം. ദേവസ്വം അറിയാതെ കൊണ്ടുപോയില്ലല്ലോ. കാര്യം അവിടെ ഇരിക്കുന്നൊരു സാധനം ഇളക്കണമെന്നുണ്ടെങ്കിൽ ദേവസ്വം അറിയണം. ഇത് ശരിക്കും പറഞ്ഞാൽ തന്ത്രിയുടെ ഒരു അനുജ്ഞ കൊടുക്കുക എന്ന് പറയും. ഇയാൾക്കത് പൊതിഞ്ഞ് തരാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലയോ എന്നൊക്കെയുള്ള അറിയണ്ടേ. അല്ലാണ്ട് ഒരു വ്യക്തിയെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന അയാളെ ഇല്ലെങ്കിൽ വേളെ ഇവർക്ക് ആർക്കെങ്കിലും നല്ല പരിചയം കാണും. സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, ഈ പന്തളം കൊട്ടാരം സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന്, അതായത് ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും ദേവസ്വം ബോർഡിനെ ചോദ്യമുനയിൽ തന്നെ നിർത്തുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അറിയാമോ? ഇത് എന്ത് സംഭവിച്ചു എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു പരിചയമില്ലെന്നും അദ്ദേഹത്തെ അറിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ പന്തളം കൊട്ടാരം വ്യക്തമാക്കുന്നത്. പന്തളം കൊട്ടാരത്തിലെ ഈ നിർവാഹക സെക്രട്ടറി കൂടിയായ സുരേഷ് വർമ്മയാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തണം. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഏത് രീതിയിലാണ് അന്വേഷണം വഴി പുറത്തേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയുക, ആ രീതിയിലുള്ള അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഈ പ്രധാനമായും പന്തളം കൊട്ടാരം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത് വലിയ ദുരൂഹതകൾ ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായ ദുരൂഹതകൾ മറന്നീക്കി പുറത്തു വരണം. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വവും അല്ലെങ്കിൽ തന്ത്രിയും അറിയാതെ ഒരു കാരണവശാലും ഈ ഒരു ദ്വാരപാലക ശില്പങ്ങളിലെ ഈ പാളി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം തന്ത്രി അല്ലെങ്കിൽ ഭഗവാന്റെ സമ്മതം എന്ന് പറയുന്നത് ഈ തന്ത്രിയുടെ സമ്മതമാണ്. അതുകൊണ്ട് തന്നെ തന്ത്രി അറിയാതെയും ദേവസ്വം അറിയാതെയും ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. ഇതിൽ ദേവസ്വത്തെ പൂർണ്ണമായും പഴിചാരിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധി കൂടി സംസാരിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു ദ്വാരപാലക ശില്പത്തിൻ്റെ ഈ പാളികൾ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ തന്നെ അത് ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന് എത്തിക്കുമ്പോൾ അവിടെ പൂർണ്ണമായും ചെമ്പ് പാളിയായിരുന്നു എന്നുള്ളതാണ് ഈ കമ്പനി പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനു മുൻപ് തന്നെ ഈ പാളിയിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് 1998 വിജയ് മല്യ അന്ന് സ്വർണം മൊത്തത്തിൽ പൊതിഞ്ഞു എന്ന് പറയുന്ന ഈ സ്വർണം ഈ 2019 തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 1998 മുതലുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ സത്യസന്ധമായ വിവരങ്ങൾ കൂടി വിവാദത്തിൽ അദ്ദേഹത്തിന് ചെറിയ സംശയങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? കാരണം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് അറിയില്ല. നമ്മൾ ചോദിച്ചത് പ്രധാനമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാ വിശ്വാസത്തെയും മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയെന്നുള്ള വിവരമാണ് പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വർഷങ്ങളായി ശബരിമലയുമായി ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പന്തളം കൊട്ടാരത്തിന് എന്തെങ്കിലും അറിവുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പന്തളം കൊട്ടാരത്തിൽ ആർക്കും ഇയാളെക്കുറിച്ച് അറിയില്ല. ഇദ്ദേഹത്തെ ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കണ്ടുപരിചയമുള്ളത് എന്നുള്ള കാര്യമാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം അറിയാതെയും അല്ലെങ്കിൽ തന്ത്രി അറിയാതെയും ഒന്നും നടക്കില്ല എന്ന കാര്യം കൂടി പന്തളം കൊട്ടാരം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു അന്വേഷണം, സത്യസന്ധമായ അന്വേഷണമാണ് ഈ പന്തളം കൊട്ടാരം ആവശ്യപ്പെടുന്നത്.